ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നെക്കിൽ ഡിസൈൻസ് എംബ്രോയ്ഡറി ചെയ്യാനായിട്ടുള്ള ഡിസൈൻസ് നമുക്ക് അളവൊക്കെ എടുത്ത് പേപ്പർ പാറ്റേൺ ആയിട്ട് നമുക്ക് എങ്ങനെ വരച്ചെടുക്കാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ നെക്കിൽ ഒരു സൈഡിൽ മാത്രം ഡിസൈൻസ് വരച്ചിട്ട് അത് നമ്മുടെ ട്രേസിങ് പേപ്പറിലേക്ക് അത് നമ്മുടെ നെക്കിലെ മുഴുവനായിട്ട് നമുക്ക് എങ്ങനെയാണ് ഡിസൈൻസ് വരച്ചെടുക്കുക എന്നുള്ളത് കാണിച്ചു തരാം. ആദ്യം ഞാനൊരു പേപ്പറിലാണ് നമ്മുടെ മെഷർമെൻ്റ് എടുത്തിട്ട് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പേപ്പർ എടുക്കുകയാണ്. ആ പേപ്പറിൽ നമുക്കൊരു നമ്മുടെ മെഷർമെൻറ്റ് നമുക്ക് നെക്കിന് എന്തോരം വിഡ്ത്ത് വേണം അതുപോലെ തന്നെ ലെങ്ത്ത് വേണം എന്നുള്ളത് മാർക്ക് ചെയ്യുക. ഫസ്റ്റ് തന്നെ ഞാൻ നെക്കിൻ്റെ എൻ്റെ വിഡ്ത്താണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. 3.5 ഇഞ്ചാണ് ഞാൻ വിഡ്ത്ത് എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ 3.5 എടുത്ത് മാർക്ക് ചെയ്യണം. നമ്മളിപ്പോൾ നെക്കിൻ്റെ ഒരു ഭാഗത്തെ മാത്രം ഡിസൈനാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ നെക്ക് എത്രയാണോ, ഇപ്പോൾ എൻ്റെ 7 ഇഞ്ചാണ്, അപ്പോൾ 7ൻ്റെ ഹാഫാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത്. അപ്പം നെക്കിൻ്റെ വിഡ്ത്ത് ഹാഫ് എടുത്തിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ 3.5 നെക്കിൻ്റെ വിഡ്ത്തും അതുപോലെ തന്നെ നെക്കിൻ്റെ ലെങ്ത്ത് 5.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ നമ്മൾ സാധാരണ നമ്മൾ നെക്കിൻ്റെ ഡിസൈൻസൊക്കെ നമ്മൾ തുണിയിൽ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു മെഷർമെൻറ്റിൽ തന്നെ നമ്മൾ അതൊരു സ്ക്വയർ വരയ്ക്കുക. പിന്നെ നമുക്ക് നെക്ക് ഏത് ഡിസൈനാണോ വേണ്ടത്, ഇപ്പോൾ സ്ക്വയറോ റൗണ്ടോ ഏതാ ഷേപ്പ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്കിൻ്റെ ഷേപ്പ് കൂടെ നമ്മൾ ഏതാണെന്ന് വെച്ചാൽ ഇപ്പോഴാണ് നമ്മളത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ നെക്ക് റൗണ്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ നെക്ക് റൗണ്ട് ഷേപ്പിൽ വരച്ചിട്ടുണ്ട്. ഇപ്പം നെക്ക് നമ്മൾ റൗണ്ട് ഷേപ്പിൽ വരച്ചതിന് ശേഷം ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഒരു 1/4 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ ആ 1/4 ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് മടക്കി തയ്ക്കാൻ വേണമല്ലോ. അപ്പോൾ ആ ഒരു 1/4 ഇഞ്ച് വിട്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ വർക്കിനുള്ള ഡിസൈൻസ് വരച്ച് തുടങ്ങാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വർക്ക് ചെയ്തിട്ട് നമ്മൾ ആ വർക്കൊക്കെ സ്റ്റിച്ചിങ്ങിൻ്റെ ടൈമിൽ ചിലപ്പോൾ അതൊക്കെ പൊട്ടിച്ച് കളയേണ്ടി വരും, അങ്ങനെയൊക്കെ പോവും. അപ്പോൾ അത് കാരണം നമ്മൾ മടക്കി അടിക്കാനായിട്ടുള്ള നെക്ക് ഫിനിഷിങ് നമ്മൾ മടക്കി അടിക്കുമല്ലോ, അപ്പോൾ അതിനുള്ളൊരു സ്പേസ് നമ്മൾ ഇട്ടതിന് ശേഷം മാത്രം നമ്മൾ വർക്ക് തുടങ്ങാൻ പാടുള്ളൂ. അപ്പം ഞാൻ നെക്കിൻ്റെ ഇത് ഷേപ്പ് മാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ അവിടെ നിന്നുള്ള തയ്യൽ തുമ്പ് അവിടെ നിന്ന് മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഷേപ്പ് ഞാൻ ആ റൗണ്ട് പോലെ തന്നെ ഫുള്ളായിട്ട് അങ്ങോട്ട് വരച്ചു കൊടുക്കുകയാണ്. നമ്മുടെ മെഷർമെൻറ്റ് ടാപ്പ് എടുത്തിട്ട് നമ്മളത് ഓരോ ഭാഗത്തുനിന്ന് നമ്മൾ എത്രയാണ് തയ്യൽ തുമ്പ് ഇടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് മാർക്ക് ചെയ്ത് ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മളതിൽ നിന്ന് ജോയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഷേപ്പിലേക്ക് വരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഇപ്പോൾ വരച്ചെടുക്കാം കേട്ടോ നെക്കിന്. അപ്പം ഞാനിപ്പോൾ റൗണ്ട് നെക്ക് എടുത്തപ്പോൾ ഞാൻ അവിടെ തയ്യൽ തുമ്പ് ഞാനിപ്പോൾ വരച്ചു. ഇപ്പോൾ ആ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് വേണം ഇനി നമുക്ക് ഡിസൈൻസുകൾ ഏത് ഡിസൈനാണോ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡിസൈൻസ് വരയ്ക്കാൻ. കണ്ടോ, നമ്മളിപ്പോൾ ഈ ഒരു നെക്കിൻ്റെ ഹാഫാണ് ഇപ്പോൾ ഞാൻ വരച്ചത്. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് നമ്മൾ ഈ ഡിസൈൻസ് വരച്ചെടുക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു ഭാഗത്ത് വരച്ചെടുക്കുന്ന ഡിസൈൻസ് നമുക്ക് സെയിം അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് കൈ കൊണ്ട് ചിലപ്പോൾ വരച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം ഇതുപോലെ തന്നെ ചിലപ്പോൾ അപ്പുറത്ത് വരയ്ക്കാൻ നമുക്ക് പറ്റിയെന്നില്ല. നമുക്ക് അത്ര എക്സ്പേർട്ടായവർക്കൊക്കെ വരയ്ക്കാം, പക്ഷേ അധികം നമുക്കിങ്ങനെ വരയ്ക്കാൻ അറിയാത്തവർക്ക് നമുക്ക് ഇതുപോലെ തന്നെ ചിലപ്പോൾ അപ്പുറത്ത് വരയ്ക്കാനായിട്ട് പറ്റില്ല. അതെങ്ങനെ വരയ്ക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞാൻ ഇതിൽ ഈ ഒരു വർക്കാണ് ഇപ്പോൾ ഇവിടെ വരയ്ക്കുന്നത്. ഇപ്പോൾ ഇതിൽ ഇങ്ങനെ വരച്ചതിന് ശേഷം പിന്നെ അതിൽ ലീഫുകളും അതുപോലെ തന്നെ അതിൽ ഡോട്ടുകൾ ഇട്ടിട്ടുള്ള ഒരു ഡിസൈനാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിതുപോലെ തന്നെ വരയ്ക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ ചിലപ്പോൾ ലീഫ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെറുതായി പോവുക, അല്ലെങ്കിൽ വേറെ സ്ഥലം മാറിപ്പോവുക, അങ്ങനെയൊക്കെ ഇതുപോലെയുള്ളത് ചിലപ്പോൾ ഡിസൈൻസ് വരയ്ക്കുമ്പോൾ അപ്പുറത്തെ സൈഡ് നമുക്ക് ഒരുപോലെ തന്നെ ചിലപ്പോൾ നോക്കി വരയ്ക്കാനായിട്ട് പറ്റില്ല. ചിലവർക്ക് കേട്ടാ നന്നായി വരയ്ക്കാൻ ഇതുള്ളവർക്ക് നല്ല എക്സ്പേർട്ടായിട്ട് ആൾക്കാർക്കൊക്കെ സെയിം ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ വരച്ചെടുക്കാം. ഇപ്പം അങ്ങനെ അറിയാത്തവർക്ക് ചെയ്യാനായിട്ടുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ ഹാഫ് ഫുള്ളായിട്ട് ഇപ്പോൾ ഈ ഒരു ഡിസൈനാണ് ഞാൻ വരച്ചേക്കുന്നത്. ഇപ്പോൾ ഫുള്ളായിട്ട് ഞാൻ വരച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ടും വലുതായിട്ടും ഒക്കെ ഞാൻ ഇങ്ങനത്തെ ഒരു ലീഫും ഇതും വെച്ചിട്ടുള്ള ഡിസൈൻസ് ഫുള്ളായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിങ്ങനെ നേരിട്ട് വേണമെങ്കിൽ തുണിയിലേക്ക് നമുക്ക് വരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പേപ്പർ തിരിച്ച് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് തുണിയിലേക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് മറിച്ചും തിരിച്ചൊക്കെ അങ്ങനെ എടുക്കേണ്ടി വരും. അങ്ങനെ നമുക്ക് സെൻറ്റർ കണക്കാക്കി ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് വരച്ചെടുക്കാം. അതല്ലാണ്ട് ഞാനിപ്പോൾ ട്രേസിങ് പേപ്പറിലേക്ക് എങ്ങനെയാണ് പകർത്താമെന്നുള്ളത് കാണിച്ചു തരാം.
ഇതാണ് ട്രേസിങ് പേപ്പർ. ഈ ട്രേസിങ് പേപ്പറിലേക്ക് നമ്മൾ എങ്ങനെയാണ് പകർത്താന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ ട്രേസിങ് പേപ്പർ നമ്മൾ ഡിസൈൻസ് പകർത്തിയ പേപ്പർ ഉണ്ടല്ലോ, ഈ പേപ്പർ വെച്ചിട്ട് നമുക്കത് രണ്ട് സൈഡിൽ, ഇപ്പോൾ നമ്മൾ ഹാഫാണല്ലോ വരച്ചത്, ഇനിയിപ്പോൾ നമുക്കത് ഫുള്ളായിട്ട് നെക്കിൻ്റെ ഫുള്ളായിട്ടുള്ളത് ഒരുപോലെ തന്നെ എങ്ങനെ വരച്ചെടുക്കുക എന്നുള്ളത് കാണിച്ചു തരാം. ട്രേസിങ് പേപ്പറിലേക്ക് നമ്മൾ ഇങ്ങനെ വരയ്ക്കണം ഡിസൈൻസൊക്കെ പകർത്തി വെക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതങ്ങനെ പെട്ടെന്ന് കേട് വരില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും ഡിസൈൻസ് വരച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ട്രേസിങ് പേപ്പറിൽ വരച്ച് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇപ്പോൾ കണ്ട നമുക്ക് നമ്മുടെ ഡിസൈൻസ് താഴെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് നമുക്ക് ഈ ട്രേസിങ് പേപ്പറിലേക്ക് തന്നെ ട്രേസ് ഇത് എടുക്കാനായിട്ട് പറ്റും. കണ്ട നമുക്ക് താഴെ പേപ്പർ വയ്ക്കുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് പെൻ വെച്ചിട്ട്, കൂടുതലും നമ്മളിതിൽ മാർക്കർ ഉണ്ടല്ലോ, ചെറിയ മാർക്കറുണ്ട്, പെൻ പോലത്തെ ഒരു മാർക്കറുണ്ട്, അങ്ങനത്തെ ബ്ലാക്ക് മാർക്കർ വെച്ചിട്ട് വരച്ചെടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ അതങ്ങനെ അധികം പോവാണ്ട് നമുക്ക് കിട്ടും. ഞാനിപ്പോൾ അടിയിൽ ആ പേപ്പർ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ട്രേസിങ് പേപ്പർ വെച്ചിട്ട് പെൻസിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തിപ്പോൾ എടുത്തതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഹാഫ് നമ്മൾ വരച്ച സെയിം അതാണ് നമ്മളിപ്പോൾ ഈ ട്രേസിങ് പേപ്പറിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് നമുക്കത് ശരിക്കത്തെ ഫുൾ ലെങ്ത് ആയിട്ടുള്ള നെക്കിൻ്റെ ഡിസൈനായിട്ട് എടുക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ഫസ്റ്റ് തന്നെ പെൻസിൽ വെച്ചിട്ടാണ് ഒന്ന് വരച്ച് വെച്ചേക്കുന്നത്. ഇനി ആ പെൻസിൽ വരച്ചേക്കണേൽ കൂടെ ഞാൻ പേന വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് വരച്ചെടുത്തേക്കാണ്. കണ്ട, ഇപ്പോൾ നമ്മൾ പേപ്പർ പാറ്റേൺ ചെയ്ത ആ ഡിസൈൻ സെയിം നമ്മൾ ഈ ട്രേസിങ് പേപ്പറിലേക്ക് പകർത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ പേപ്പർ പാറ്റേൺ നമ്മൾ വരച്ച പോലെ തന്നെയുള്ള ഡിസൈനാണ് ഇപ്പോൾ നമ്മൾ ട്രേസിങ് പേപ്പറിലേക്ക് പകർത്തിയേക്കുന്നത്. ഇനി ഇത് നമുക്ക് എങ്ങനെ അപ്പുറത്തെ സൈഡിലേക്കും സെയിം ഇതുപോലെ തന്നെ വരച്ചെടുക്കുക നോക്കാം. അപ്പം നമ്മൾ വരച്ച ഹാഫായിട്ട് വരച്ചെടുത്ത പേപ്പർ പാറ്റേൺ നമ്മൾ ട്രേസിങ് പേപ്പറിലേക്ക് നമ്മളത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെയിം ഇത് തന്നെ ഇനി ഇപ്പുറത്തോട്ടും എങ്ങനെ ഫുള്ളായിട്ട് നെക്കിൻ്റെ വരച്ചെടുക്കുക എന്നുള്ളത് കാണിച്ചു തരാം. ഇതിനായിട്ട് ഈ നമ്മൾ വരച്ചതിൻ്റെ സെൻറ്റർ നമ്മൾ ഫോൾഡ് ചെയ്ത് എടുക്കുക. ഇത് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മളിത് തിരിച്ചു വയ്ക്കുക. തിരിച്ചു വയ്ക്കുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വരച്ച ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, അത് നേരെ നമുക്ക് അപ്പുറത്തേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കത് ആ സെയിം ഡിസൈൻ തന്നെ നമുക്ക് ഇപ്പോഴത്തെ സൈഡിൽ കാണാനായിട്ട് പറ്റും. അപ്പം നമ്മൾ അതുമ്മ കൂടെ തന്നെ ആ ഡിസൈൻസ് ഒന്ന് വരച്ചെടുക്കാം. കണ്ട, ഇപ്പോൾ ഇതുപോലെ നമുക്കത് അമർത്തി പിടിക്കുമ്പോൾ നമുക്ക് താഴെയുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, ചെറിയ മാർക്കർ പെൻ വെച്ചിട്ടൊക്കെ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തെളിഞ്ഞ് കാണാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഞാൻ സാധാരണ പെൻ വെച്ചിട്ട് ചെയ്ത കാരണം നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം നമ്മൾ അതുപോലെ തന്നെ ആ ഡിസൈൻ തന്നെ നമ്മൾ അതുമ്മ കൂടെ വരച്ച് എടുക്കാം. നെക്കിൻ്റെ ആയാലും ഒക്കെ നമുക്ക് ഇപ്പുറത്തേക്ക് അത് കറക്റ്റ് കിട്ടും. അപ്പം നമ്മളത് വരച്ചെടുത്തതിന് ശേഷം നമ്മളത് നിർത്തിയെടുക്കുക. നമ്മളിപ്പോൾ ഫോൾഡ് ചെയ്തിട്ടുണ്ടായല്ലോ, ആ ഫോൾഡ് ചെയ്തത് നമുക്ക് നിർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്കിൻ്റെ ഫുള്ളായിട്ടുള്ള ഡിസൈൻ നമുക്ക് കിട്ടും. കണ്ട, ഇതുപോലെ നമുക്ക് നെക്ക് ഡിസൈൻ ഫുള്ളായിട്ട് നമ്മുടെ നെക്കിൻ്റെ മെഷർമെൻ്റ് അടക്കം നമുക്ക് കറക്റ്റ് ആ റൗണ്ടിൽ നമുക്ക് കിട്ടും. നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലും ഡിസൈൻസൊക്കെ ഒരുപോലെ തന്നെയായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കാൻ വെച്ചിട്ട് ചിലപ്പോൾ ഒരു ഭാഗത്തുള്ള പോലെ ആയിരിക്കില്ല ഇപ്പുറത്തെ സൈഡിൽ ചിലപ്പോൾ നമ്മൾ വരച്ച് വരുമ്പോൾ. ഇതാവുമ്പോൾ നമുക്ക് രണ്ട് സൈഡും എല്ലാം ഒരുപോലെ തന്നെ നമുക്ക് ഡിസൈൻസ് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്രേസിങ് പേപ്പറിലേക്ക് നമ്മൾ ഫുള്ളായിട്ട് നെക്ക് വരച്ചെടുക്കുന്നത്. ഇതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് നേരിട്ട് നമുക്ക് കാർബൺ പേപ്പർ വെച്ച് തന്നെ ഡിസൈൻ ചെയ്യാനുള്ള തുണി ഏതാണോ ആ തുണിയിലേക്ക് നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ നമ്മൾ കണ്ട മെഷർമെൻ്റ് അടക്കം നെക്കിൻ്റെ എല്ലാം നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഡിസൈൻസ് വരച്ചെടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി തുണിയിൽ നമുക്ക് അളവുകളൊന്നും എടുത്ത് വരയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് നേരിട്ട് തുണിയിലേക്ക് നമുക്ക് ഈ പേപ്പർ നമുക്ക് വെച്ചിട്ട് കാർബൺ പേപ്പർ വെച്ചിട്ട് നമുക്ക് നേരിട്ട് തന്നെ അത് ട്രേസ് ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബായ്.